ബി.ജെ.പിയെ ഇടപെടലും മഹാരാഷ്ട്രയിൽ നിന്നും അറുക്കാതെ താൻ ഉറങ്ങില്ല എന്ന് സഞ്ജയ് റാവത്ത് ശപഥമെടുത്തിരിക്കുകയാണ്. ശിവസേനയെ തിരികെ കൊണ്ടുവരും. ഏകനാഥ് ഷിൻഡെയുടെ ഏകാധിപത്യം അവസാനിപ്പിക്കാൻ തനിക്കറിയാം. ഏകനാഥിന്റെയും അദ്ദേഹത്തിന്റെ മകൻ ലോക്സഭാ എം.പി കൂടിയായിട്ടുള്ള ശ്രീകാന്ത് ഷിൻഡെയുടെയും തേരോട്ടം അവസാനിപ്പിക്കാൻ തനിക്കറിയാമെന്ന് സഞ്ജയ് റാവത്ത് പറഞ്ഞിരിക്കുകയാണ്. വളരെ വ്യക്തമായിട്ടുള്ള പ്ലാനുകളുമായാണ് സഞ്ജയ് റാവത്ത് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രിയായ അജിത് പവാറിന്റെ ദുരൂഹ മരണത്തെക്കുറിച്ച് അന്വേഷിച്ചാൽ സത്യം പുറത്തുവരുമെന്നും എല്ലാവരും ഞെട്ടിരിക്കുകയാണെന്നും അജിത് പവാർ മരണത്തിന് മുമ്പ് ബി.ജെ.പി നേതൃത്വവുമായി ഉടക്കിയിരുന്നുവെന്നും ബി.ജെ.പി വിട്ടുപോരാൻ അജിത് പവാറിന് വ്യഗ്രതയായിരുന്നുവെന്നും പിന്നീട് സംഭവിച്ചതെല്ലാം ആരും മറന്നിട്ടില്ല എന്നും എല്ലാവർക്കും അറിയാം. ഇതിന് പിന്നിൽ ആരൊക്കെയാണെന്ന് വ്യക്തമായി അന്വേഷിക്കേണ്ടതാണ്. എന്നാൽ അധികാരം ബി.ജെ.പിയുടെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം, അത് സംസ്ഥാനത്തും കേന്ദ്രത്തിലും അധികാരമുള്ളിടത്തോളം കാലം അവരാരും പിടിക്കപ്പെടില്ല എന്ന് വിശ്വസിക്കുകയാണെന്നും സഞ്ജയ് റാവത്ത് പറഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, ബി.ജെ.പി നേതൃത്വം ഏറ്റവും കൂടുതൽ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത് ഉദ്ധവ് താക്കറെ വിഭാഗം നേതാവായ സഞ്ജയ് റാവത്തിനെയാണ്. എന്തെന്നാൽ അദ്ദേഹമാണ് മഹാവികാസ് അഘാടി സഖ്യത്തിന്റെ സൂത്രധാരൻ, ഉദ്ധവനെ മുഖ്യമന്ത്രിയാക്കുന്നതിന് വേണ്ടി നിർണായക ചരട് വരിച്ച വ്യക്തി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആർക്കും മറക്കാൻ കഴിയില്ല. കോൺഗ്രസ് നേതൃത്വത്തിനും സഞ്ജയ് റാവത്ത് ഒരു ബലം തന്നെയാണ്. നാനാ പട്ടോലെ സഞ്ജയ് റാവത്തിനെ വിശേഷിപ്പിച്ചത് ബാൽ താക്കറയ്ക്ക് ശേഷം മഹാരാഷ്ട്ര കണ്ട ഏറ്റവും മികച്ച രാഷ്ട്രീയ ചാണക്യനാണ് എന്നുള്ളത് തന്നെയാണ്. അമിത്ഷായുടെ തന്ത്രങ്ങളെ മുഴുവൻ ഒരു കാലത്ത് സഞ്ജയ് റാവത്ത് മഹാരാഷ്ട്രയിൽ പൊളിച്ചടുക്കിയിട്ടുണ്ട്. ഇപ്പോൾ അജിത് പവാറിന്റെ പാർട്ടിയിൽ അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള സുനേത്ര പവാറിന് തന്റെ ഭർത്താവിനോട് എന്തെങ്കിലും രീതിയിൽ കൂറുണ്ടായിരുന്നുവെങ്കിൽ ആ മന്ത്രിസഭയുടെ ഭാഗമാകാൻ നിൽക്കില്ലായിരുന്നു. എന്നാൽ അണികൾക്ക് അങ്ങനെയല്ല. അണികൾക്ക് അജിത് ദാദ എന്നത് ഒരു വികാരം തന്നെയാണ്. അവർ യാഥാർത്ഥ്യം മനസ്സിലായാൽ ബി.ജെ.പിയുമായുള്ള എല്ലാ സഖ്യവും അവസാനിപ്പിച്ച് അന്വേഷണം വേണമെന്ന ആവശ്യവുമായി സമരത്തിലേക്ക് ഇറങ്ങുമെന്നാണ് ഇപ്പോൾ സഞ്ജയ് റാവത്ത് പറഞ്ഞിരിക്കുന്നത്. അതിനാക്കം കൂട്ടുന്ന മരുന്ന് തൻ്റെ കയ്യിലുണ്ട്. ബി.ജെ.പിക്ക് ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കാമെന്ന രീതിയിലുള്ള വെല്ലുവിളിയുമായാണ് സഞ്ജയ് റാവത്ത് വരുന്നത്. ഇതൊരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവന് പോലും അപകടം സംഭവിക്കാമോ എന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും കണക്കാക്കുന്നുണ്ട്. കാരണം അദ്ദേഹം തീക്കൊള്ളി കൊണ്ട് കളിക്കുകയാണ്. ഇത് അപകടമാണ്, ബി.ജെ.പിക്കെതിരെ കളിക്കുന്നവരാരും സ്വസ്ഥമായി ഉറങ്ങാറില്ല എന്നൊക്കെയുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ സഞ്ജയ് റാവത്തിനെതിരെ വലിയ രീതിയിലുള്ള പോസ്റ്റുകൾ വരുന്നുണ്ട്. എല്ലാ സംസ്ഥാനത്തും ബി.ജെ.പിയുടെ സൈബർ വിങ് എന്ന് പറയുന്നത് വലിയ തോതിൽ പ്രവർത്തിക്കുകയാണ്. അവർക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും കഴിയില്ല. അവരെ ഭീഷണിപ്പെടുത്തി നിശബ്ദരാക്കുന്ന രീതി മഹാരാഷ്ട്രയിൽ വല്ലാതെ ഉണ്ട്. പക്ഷേ അതൊന്നും സഞ്ജയ് റാവത്തിനെ ഭയപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. Celebrate lucky draws, exciting prizes. Laka laka, don't be late. Laka 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 laka, nandilattu jimartil. Laka 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 laka, vangu jeiku agoshikku. Nandilattu jimartil.